UK അലയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ UK-യിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസിലേക്ക് നിങ്ങളെല്ലാവരും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് ലെസ്റ്ററിലെ അലൈ ഓഫ് ദി ഇയർ 2024 വിന്നറായ ആദ്യത്തെ ഇന്റർനാഷണൽ നേഴ്സ്, UK-യിലെ മലയാളികൾക്കിടയിൽ സുപരിചിതയായ വ്യക്തി സ്റ്റെഫി അർഷദ്. So Steffi, welcome to UK Aliens video. Thank you so much. Thank you Steffi. Thank you for joining with UK Aliens. സ്റ്റെഫി ദുബായിൽ നിന്നാണല്ലോ UK-യിലേക്ക് വരുന്നത്. UK-യിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം, ഇവിടെ NHS-ൽ ജോയിൻ ചെയ്യാനുള്ള അതിൻ്റെ ഒരു താല്പര്യം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? തീർച്ചയായും. നമുക്ക് എല്ലാവർക്കും അറിയാം, NHS വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ NHS-ൽ നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നീഡ്സ് ആണ്. ആരുടെയും എബിലിറ്റി ടു പേ ചെക്ക് ചെയ്തിട്ടല്ല നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് NHS-ൽ. അത് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ കരിയർ ഡെവലപ്മെന്റ് വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് പ്രൊഫഷണലി ഡെവലപ്പ് ആവാനും പുതിയ കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും എല്ലാമുള്ള ഓപ്പർച്യൂണിറ്റീസ് NHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു മെയിൻ ഫാക്ടർ. ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു മെയിൻ ഫാക്ടർ. കാരണം ദുബായിൽ നമുക്ക് കരിയർ ഡെവലപ്പ് ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അതേസമയം UK-യിൽ അത്രയും സമയം നമുക്ക് ആവശ്യം വരുന്നില്ല. അത് തന്നെയല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സസിനെല്ലാം നമ്മളുടെ ട്രസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ ഒരു സ്ഥലത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് വൺ ഓഫ് ദ റീസൺ ഞാൻ ദുബായിൽ നിന്ന് UK-യിലേക്ക് മൂവ് ചെയ്തത്. അതുപോലെ സ്റ്റെഫി, ഇന്റർനാഷണൽ നേഴ്സ് എന്ന നിലയിൽ NHS ജോലി ചെയ്തപ്പോൾ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി എന്തായിരുന്നു? എല്ലാ ഇന്റർനാഷണൽ നഴ്സസുകളും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കൾച്ചറൽ ഡിഫറൻസ് ആണ്. നമ്മളെ രാജ്യത്തെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡിഫറെൻ്റ് ആണ്. അത് പുതുതായി വരുന്ന ഏതൊരാൾക്കും വളരെ ചലഞ്ചിങ് ആയിരിക്കും. ആ ചലഞ്ചസ് ഓവർകം ചെയ്യാനുള്ള ശരിയായ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഇവിടെ. ഓഫ് കോഴ്സ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ബാരിയറും ഒരുപാട് പേർക്ക് പ്രോബ്ലം ആയിട്ടുണ്ട്. സോ മെയിൻലി കൾച്ചറും ഇവിടുത്തെ സിസ്റ്റവും ലാംഗ്വേജുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാന ബാരിയർ ആയിട്ടുള്ളത്. സ്റ്റെഫി, അതുപോലെ 2024 അലൈ ഓഫ് ദി ഇയർ വിന്നർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതെന്താണ് ഈ അലൈ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. അലൈ ബേസിക്കലി നമ്മൾ മറ്റുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരാളിനെയാണ് അലൈ എന്ന് പറയുക. ഞാൻ അലൈ ഓഫ് ദ ഇയർ അവാർഡിന് കിട്ടാനുള്ള മെയിൻ റീസൺ ഇന്റർനാഷണൽ നഴ്സസിന് ഞാൻ കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഞാനൊരു ഇന്റർനാഷണൽ നഴ്സാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ടുണ്ട്. അപ്പം ആ ഇന്റർനാഷണൽ നഴ്സസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എല്ലാം തന്നെ ഞാൻ ഫേസ് ചെയ്തതുകൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗ്സിന് ബെസ്റ്റ് സപ്പോർട്ട് ഓഫർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഒരു പരിധിവരെ എനിക്ക് സക്സസ്ഫുൾ ആകാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന മിക്കവാറും കൊളീഗ്സിന് വേണ്ട സപ്പോർട്ട് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് ട്രസ്റ്റിന്റെ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. മെയിൻലി അവരെ മെന്റർ ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കൊളീഗ്സിനെ സൈൻ പോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് സൈൻ പോസ്റ്റ് ചെയ്യുന്നതിനുമാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സ്റ്റെഫിയുടെ ജോബ് റോള് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? സോ ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് ലെസ്റ്ററിലെ കോർപ്പറേറ്റ് നഴ്സിംഗ് ടീമിൻ്റെ കൂടെ പാത്വേ ടു എക്സലൻസ് ഫെസിലിറ്റേറ്റർ നഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ പാത്വേ ടു എക്സലൻസ് ഒരു അമേരിക്കൻ അക്രഡിറ്റേഷൻ പ്രോഗ്രാമാണ്. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ വെൽബീയിങ്ങിനും സ്റ്റാഫിന് ഒരു പോസിറ്റീവ് പ്രാക്ടീസ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലെസ്റ്റർ ഹോസ്പിറ്റലിന്റെ 3 സൈറ്റിലും നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് നമ്മുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട്, സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക്, സ്റ്റാഫിന്റെ വെൽബീയിങ്, നമ്മളുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കോഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ട്രസ്റ്റ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഐഡിയാസ് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ ഐഡിയാസ് എൻ്റെ കൂടെയുള്ള കൊളീഗ്സിലേക്ക് ഷെയർ ചെയ്യാനും അവർക്ക് ആവശ്യമായ സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും മെന്റർ ചെയ്യാനും കറക്റ്റായിട്ട് സൈൻ പോസ്റ്റ് ചെയ്യാനും എല്ലാം ഈ ജോബ് റോള് എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ ജോബ് റോള് എനിക്ക് സീനിയർ ലീഡേഴ്സുമായിട്ട് കണക്റ്റഡ് ആവാനും, എനിക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും നഴ്സുമാർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ അവരെ കറക്റ്റായിട്ട് സൈൻ പോസ്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ഓഫർ ചെയ്യാനും എല്ലാം ഈ ജോബ് റോള് എന്നെ സഹായിക്കുന്നുണ്ട്.
ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് സ്റ്റെഫിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഈവൻ ഞാൻ അവിടുത്തെ സ്റ്റാഫ് ആയിരുന്നിട്ട് പോലും എനിക്ക് പോലും ഇത് അറിയാൻ സാധിച്ചിരുന്നില്ല. താങ്ക് യു വെരി മച്ച്. അതുപോലെ ഈ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ള സഹപ്രവർത്തകർക്ക് സ്റ്റെഫിക്ക് എന്ത് ഹെൽപ്പാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേർക്ക് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ആയിട്ട് ജോലിക്കായിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പലരെയും ഇന്റർവ്യൂവിന് വിളിക്കാറില്ല. വിളിച്ചാൽ തന്നെ പ്രോപ്പറായിട്ട് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പം ഞാൻ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കർ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാൻഡ് 5 നിന്ന് ബാൻഡ് 6 അതിന് ബാൻഡ് 7 അങ്ങനെയുള്ള റോളുകളിലോട്ട് കരിയർ പ്രോഗ്രഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ വരുവാണെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ടും മെന്ററിങ്ങും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു ഇന്റർനാഷണൽ നഴ്സസ് എന്ന നിലയിൽ ഇവിടെ ഫേസ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ട്രസ്റ്റിൽ ഫേസ് ചെയ്യുവാണെങ്കിൽ, ആൻഡ് നിങ്ങൾക്ക് ഒരു ധൈര്യമില്ല, നിങ്ങളുടെ ഒരു സീനിയർ ലീഡറിനെ അപ്രോച്ച് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളും ആ സീനിയർ ലീഡറിനും ഇടയിൽ ഒരു ലൈസനായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള നഴ്സുമാർക്ക് ഇവിടെ പുതുതായി വരുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനായിട്ട് എന്തൊക്കെ സപ്പോർട്ടാണ് ട്രസ്റ്റിൽ നിന്ന് വേണ്ടത് അതെല്ലാം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ സ്റ്റെഫി, ബാൻഡ് 6 സ്ട്രേറ്റ് അവേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന്, NMC രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ അറ്റൻഡ് ചെയ്തെന്ന്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുക. അത് പോസിബിൾ ആണോ UK-ല്? ആക്ച്വലി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ UK-ലേക്ക് വരുന്ന സമയത്ത് തന്നെ എൻ്റെ NMC പിൻ ലഭിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ബാൻഡ് 6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിവിടെ പോസിബിൾ ആണ്. കാരണം നമുക്ക് നമ്മുടെ ജോലിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്കിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ആ കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ബാൻഡ് 6 ജോബ് റോൾ കാണുവാണെങ്കിൽ ബാൻഡ് 5 ആകുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ അപ്ലൈ ചെയ്ത ആളാണ്. കാരണം എൻ്റെ OSCE ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാൻഡ് 6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ. പിന്നെ ഞാൻ NMC പിൻ കിട്ടുമ്പോഴാണ് ഞാൻ ബാൻഡ് 5 ആയത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ബാൻഡ് 6 പോസ്റ്റിലേക്ക് മൂവ് ആവുകയാണ് ചെയ്തത്. സോ അത് പോസിബിൾ ആണ്. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, നമ്മുടെ ബേസിക് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഹോം കൺട്രി എക്സ്പീരിയൻസ് ഒരിക്കലും അതിനൊരു വാലിഡിറ്റി ഇല്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ എക്സ്പീരിയൻസ് റിയലി വാലിഡ് ആണ്. നമുക്കൊരു വാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. അത് ശരിക്കും നമ്മുടെ ആ പൊട്ടൻഷ്യൽസ് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചുകൊണ്ട് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എഴുതി നന്നായിട്ട് നമ്മുടെ CV സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യം കൂടിയാണത്. സ്റ്റെഫി ഒരു സ്കൈ ഡൈവിംഗ് ചെയ്തിരുന്നല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അതൊന്ന് പറയാം. ആക്ച്വലി ഞാൻ ചെയ്തത് ഒരു ചാരിറ്റി സ്കൈ ഡൈവിംഗ് ആണ്. അത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഓർഗനൈസ് ചെയ്ത നമ്മളുടെ നാട്ടിലുള്ള നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ചാരിറ്റി സ്കൈ ഡൈവിംഗ് ആണ് ചെയ്തത്. ഒരു നല്ലൊരു തുക ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് അതിനായിട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അത് നമ്മൾ നഴ്സിംഗിന് മാത്രമല്ല, വയനാട് ലാൻഡ് സ്ലൈഡ് വിക്ടിംസിനും നമ്മൾ ആ എമൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു എന്താ പറയുക, എനിക്ക് സ്കൈ ഡൈവ് ചെയ്യാനായിട്ട് ഒരു കറേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു കറേജ് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാനും കൂടിയായിട്ട് എനിക്ക് ആ സ്കൈ ഡൈവ് എന്നെ സഹായിച്ചു. അത് മാത്രമല്ല, ഫ്യൂച്ചർ നഴ്സസ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അതിലൊരു പാർട്ടാവാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. 2022 സ്റ്റെഫി UK-ല് ജോലിക്കായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് സ്റ്റെഫിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് കരിയർ പ്രോഗ്രഷൻ വന്നു. ഞാൻ ബാൻഡ് 5 നിന്ന് വളരെ പെട്ടെന്നാണ് എൻ്റെ കരിയർ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഉള്ള എഫേർട്സ് എല്ലാം എടുത്ത് കരിയർ പ്രോഗ്രസ് ചെയ്തു. രണ്ടാമത് UHL-ന്റെ ഫസ്റ്റ് ഇൻക്ലൂഷൻ സമ്മിറ്റിൽ അലൈ ഓഫ് ദ ഇയർ അവാർഡ് എനിക്ക് കിട്ടി. അത് മാത്രമല്ല, ബ്രിട്ടീഷ് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ്റെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ അവാർഡ് കാറ്റഗറിയിലെ വൺ ഓഫ് ദ ഫൈനലിസ്റ്റ് ആണ് ഞാൻ. പിന്നെ കിട്ടിയ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് UK-യെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു US നഴ്സിംഗ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ അവസരം കിട്ടിയ വൺ ഓഫ് ദ മലയാളിയും കൂടി ആയിരിക്കും ഞാൻ.
അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരിയറിൽ കാണുന്നത്. ഇപ്പോൾ UHL ഇന്റർനാഷണലി എഡ്യൂക്കേറ്റഡ് സ്റ്റാഫ് നെറ്റ്വർക്കിൻ്റെ വൺ ഓഫ് ദ കോ-ചെയറും കൂടിയാണ് ഞാൻ. അപ്പം ആ ഒരു ഈ ഒരു ചേഞ്ച് എനിക്ക് എൻ്റെ കൊളീഗ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടുതൽ പ്രോബ്ലംസിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വേണ്ട സപ്പോർട്ട് കൊടുക്കാനും എന്നെ കൂടുതൽ എൻ്റെ കൊളീഗ്സിന് വിസിബിൾ ആക്കാനും സീനിയർ ലീഡേഴ്സുമായിട്ട് കുറെ കൂടി കണക്റ്റഡ് ആവാനും എനിക്ക് സഹായിച്ചു. അതുപോലെ സ്റ്റെഫി, ഈ UK മെയിൻ ഒരു ഇഷ്യൂ ആണല്ലോ ചൈൽഡ് കെയർ. അപ്പം ഈ 3 കുഞ്ഞു കുട്ടികളാണെന്ന് എനിക്കറിയാം. അപ്പം ആ ഒരു ഇഷ്യൂവും അതുപോലെ ഈ ജോബും കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന എക്സ്ട്രാ അതൊക്കെ എങ്ങനെയാണ് സ്റ്റെഫി ഹാൻഡിൽ ചെയ്യുന്നത്? അതിനെക്കുറിച്ചും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫ്, ഈ എക്സ്ട്രാ സപ്പോർട്ട് എല്ലാം ഒരു ജിഗ്ലിംഗ് ആക്ട് ആണെന്ന് വേണമെങ്കിലും പറയാം. ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്നും എൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ജോസഫ് അദ്ദേഹം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അവർ നല്ല അവെയർ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം എൻ്റെ ഫാമിലിയാണ് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് എൻ്റെ ബാക്ക് ബോൺ. ആക്ച്വലി അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റിയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ചിന്താഗതി എനിക്ക് മനസ്സിലായത്, നമുക്കൊരു കഴിവുണ്ട്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം അതെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് മുന്നോട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള എൻ്റെ ഒരു ഡ്രിവൺ ഫോഴ്സ് എന്ന് പറയുന്നതും. അതുപോലെ സ്റ്റെഫി, UK പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന ഇന്റർനാഷണൽ നേഴ്സസിന് കൊടുക്കാൻ പറ്റുന്ന എന്തോ ഒരു അഡ്വൈസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി UK വരാനിരിക്കുന്ന നഴ്സുമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പോളിസീസും പ്രൊസീജിയേഴ്സുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ കുറച്ചൊന്ന് ഇവിടെ അഡ്ജസ്റ്റ് ആവാനായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുക്കും. കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഒരുപാട് സപ്പോർട്ട് അവൈലബിൾ ആണ് ഓരോ ട്രസ്റ്റിലും. ആ സപ്പോർട്ടിനായിട്ട് ഒരു സപ്പോർട്ട് വേണ്ട സാഹചര്യത്തിൽ അത് സീക്ക് ചെയ്യാനായിട്ട് ആരും വറി ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു പേടി തോന്നരുത് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇവിടെയുള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റവും ഉപയോഗിക്കണം. അതുപോലെ തന്നെ സ്റ്റാഫ്സിന്റെ വെൽബീയിങ്ങിനായിട്ട് ഓരോ ട്രസ്റ്റിലും ഒരുപാട് വെൽബീയിങ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, അതൊന്നും ഉപയോഗിക്കാതിരിക്കരുത്. പിന്നെ നിങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ കോമ്പിറ്റൻസീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ഇതൊന്നും വന്ന ഉടനെ തന്നെ എല്ലാം ഫിനിഷ് ചെയ്യണമെന്നുള്ള ഒന്നും മസ്റ്റ് അല്ല. സോ നിങ്ങൾ ടൈം എടുത്ത് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാരണത്താൽ സ്ട്രെസ്സിൽ പോകുന്ന ഒരുപാട് നഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പുതുതായി വന്നവർക്ക് വേണ്ട സപ്പോർട്ട് എല്ലാ ട്രസ്റ്റും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം UHL ഒരുപാട് സപ്പോർട്ടും ഇനീഷ്യേറ്റീവ്സും എല്ലാം ഇന്റർനാഷണൽ നഴ്സസിന് അവൈലബിൾ ആണ്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കൺട്രിയിൽ നമുക്കുള്ള എക്സ്പീരിയൻസ് എന്താണോ അതെല്ലാം റിയലി വാലിഡ് ആണ് ഇവിടെ. സോ പ്ലീസ് ഡു പ്ലാൻ യുവർ ലൈഫ് ഇൻ UK. അതുമാത്രമല്ല, ശരിയായ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ആവാനും നമ്മുടെ കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവാനും കൂടുതൽ കരിയർ പ്രോഗ്രഷൻ നേടി അടുത്ത പോസ്റ്റിലേക്ക് പോകാനുമുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും UK സോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഹെൽപ്പ് ചോദിക്കാനോ മെന്ററിങ്ങിനോ സപ്പോർട്ടിനോ ആരെയും കോൺടാക്ട് ചെയ്യാൻ ഒരിക്കലും പേടിക്കരുത്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് നഴ്സുമാരോട് പറയാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ്. അതുപോലെ സ്റ്റെഫി, ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കരിയറും അതുപോലെ ഫാമിലി എന്തൊക്കെ പ്രതീക്ഷിക്കാം ഞങ്ങൾക്കും മറ്റുള്ള നേഴ്സസിനും എല്ലാവർക്കും? പേഴ്സണലിയും പ്രൊഫഷണലിയും എൻ്റെ പ്ലാൻ, എൻ്റെ കരിയറിൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന എൻ്റെ റോള് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പ്ലാൻസ് ഉണ്ട്. എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ ട്രസ്റ്റിലുള്ള എല്ലാ നഴ്സുമാർക്കും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കരിയർ പ്രോഗ്രഷനും അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും അവർക്ക് ലഭിക്കണമെന്ന് തന്നെയാണ്. അതിനുള്ള റിസോഴ്സസും അതിനുള്ള സപ്പോർട്ടും അവർക്ക് കിട്ടുക എന്നുള്ളത് എന്നെ പറയുന്ന ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ ഞാൻ കരുതുവാണ്. അതിലായിട്ട് കൂടുതൽ വർക്കുകൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇപ്പം സ്കൈ ഡൈവിംഗ് പോലുള്ള ഇവന്റുകൾ എന്നെ പേഴ്സണലി ചലഞ്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇവന്റ്സിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. സ്റ്റെഫി, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം ഇത്ര നേരം ചെലവഴിച്ചതിനും വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ തന്നതിനും. അതുപോലെ തന്നെ സ്റ്റെഫിയുടെ ആളുകളെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ്
അത് വളരെയധികം സന്തോഷം തരുന്നതാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് ഈ UK-ലുള്ള നഴ്സുമാർക്ക് സ്റ്റെഫീനെ ഏത് സമയത്തും അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സഹായത്തിനും കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു തുറന്ന മനസ്സുള്ള ഒരാളാണ് സ്റ്റെഫി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ലെസ്റ്ററിലെ നഴ്സുമാർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ സ്റ്റെഫി ഓക്കെ ആണോ? തീർച്ചയായും ഞാൻ ഹാപ്പിയാണ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഏത് സമയത്തും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതൊരു ഇമ്മീഡിയറ്റ് എമർജൻസി സിറ്റുവേഷനിലാണ് നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ഹെൽപ്പാണ് വേണ്ടതെങ്കിൽ എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ചെയ്യാം. മിക്കവർക്കും തന്നെ എൻ്റെ നമ്പർ ഉണ്ടാവും. അല്ല നിങ്ങൾക്ക് ഒരു എന്താ പറയുക കുറച്ച് ടൈം എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ പ്ലീസ് ഡു മെസ്സേജ് മീ. കാരണം ആ മെസ്സേജസ് എല്ലാവരും അയക്കുമ്പോൾ തന്നെ ഞാൻ മെസ്സേജസിന് റിപ്ലൈ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. അപ്പം എന്താണ് കാര്യം, അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മളൊരു ടീം വർക്കാണ്, ഒരു കൊളാബറേറ്റീവ് വർക്കാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. സോ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെന്ന് തോന്നുമ്പോഴും എന്തെങ്കിലും ഒരു ഹോപ്പ് എന്നിലുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. എല്ലാവർക്കും തന്നെ നമ്പർ അറിയാം, അല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ട്. ഏത് ചാനലിൽ കൂടെയും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന സഹായം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സുനിലെ, ഇപ്പോൾ സ്റ്റെഫി പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിച്ച ഒരു മനസ്സാണെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റെഫിക്ക് ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയ ഒരു നേട്ടങ്ങൾ എത്താൻ സാധിച്ചത്. എന്തായാലും അവാർഡിലും ഉപരി ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഫ്യൂച്ചറിൽ നല്ല നല്ല മാർഗങ്ങൾ വരട്ടെ, പുതിയ അവാർഡുകൾ നേടി വലിയ ഉയരങ്ങളിലെത്തട്ടെ. UHLൻ്റെ സൈറ്റ് വഴി ഇനിയും നമുക്ക് കാണാം. അതുപോലെ എല്ലാവിധ ആശംസകളും. അത് ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ച് UK അലയൻസിന് വേണ്ടി ബിസി ലൈഫാണെന്നറിയാം. എന്നിരുന്നാൽ പോലും ഇന്നൊരു ദിവസം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം UK അലയൻസിൻ്റെ ചാനലിൻ്റെ പേരിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സ്റ്റെഫി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം തന്നതിന് UK അലയൻസിന് താങ്ക് യു സോ മച്ച്.